ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. For today's reading and meditation, our church decided a particular theme, that is Holy Baptism, uniting with Christ and the church. മാമോദീസ കർത്താവിനോടും സഭയോടും ചേരുക എന്നുള്ള ചിന്താവിഷയമാണ്. So I take this opportunity to discuss, to share about the baptism, which is an important sacrament in our church. So we are going to meditate upon a particular theme, that is Holy Baptism, uniting with Christ and the church. നമുക്ക് പ്രസംഗം കേൾക്കാൻ ഒത്തിരി അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ വിരളമാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് സമയമെടുത്ത് നമുക്ക് പഠിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ ഈ ലഭിക്കുന്ന ഈ സമയം നമ്മൾ മാമോദീസയെക്കുറിച്ച്, ഈ പ്രത്യേക തീം ഇന്ന് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ബൈബിൾ പാസേജിനെ ആസ്പദമാക്കി നമ്മൾ മാമോദീസയെക്കുറിച്ച് അല്പനേരം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ശ്രദ്ധയെ ഞാൻ ഈ പഠനത്തിലേക്ക് ക്ഷണിക്കുന്നു. So among 7 sacraments of our church, baptism and Holy Communion are the 2 sacraments which were directly established and ordered by Jesus Christ. കർത്താവ് കൽപ്പിച്ചതായതുകൊണ്ട് ആ 2 സാക്രമെൻസിനെ, ബാപ്റ്റിസം ആൻഡ് ഹോളി കമ്മ്യൂണിയൻ, so these are strictly followed by all churches. We have 7 sacraments. So 2 sacraments, baptism and Holy Communion, they are known as Dominical sacraments. കത്രു കൂദാശകൾ എന്നാണ് അറിയപ്പെടുന്നത്. Because our Jesus Christ established that sacraments. Our Jesus Christ ordered that sacraments. So these sacraments are known as Dominical sacraments. ഈ സ്നാനം എന്ന് മലയാളത്തിൽ പറയും, മാമോദീസ എന്ന് സിറിയക്കിൽ പറയും, ബാപ്റ്റിസം എന്ന് ഗ്രീക്കിൽ പറയും. 3 different languages. Syriac we are saying മാമോദീസ in Syriac, and baptism in Greek, and സ്നാനം in Malayalam. So Mamodisa, that Syriac word derived from the word omerth. And baptism in Greek, that word derived from a Greek word baptizo. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. മീനിങ് സ്പ്രിംഗ്ലിംഗ്, ഇമ്മേഴ്സ്, വാഷ് ഓർ ബാത്ത്, തളിക്കുക അല്ലെങ്കിൽ മുക്കുക, അല്ലെങ്കിൽ ഒരു കുളിക്കുക, അല്ലെ മുഴുകുക എന്നുള്ളൊരർത്ഥമാണ് ഈ വാക്കുകൾക്കെല്ലാം അർത്ഥം. അതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴെങ്കിലും നമ്മൾ ഈ സ്നാനമെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് വേറെയാണ്, മാമോദീസ എന്ന് പറയുന്നത് വേറെയാണ്, ബാപ്റ്റിസം എന്ന് പറയുന്നത് വേറെയാണെന്ന് പലപ്പോഴും ചിന്തിക്കും. ലാംഗ്വേജിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് 3 ഭാഷയാണെന്ന് മാത്രമേ ഉള്ളൂ. മീനിങ് ആർ സെയിം. മാമോദീസ ഇൻ സിറിയക്, and baptism in Greek, and snanam in Malayalam and other South Indian languages. So when a child born biologically or materially from his or her mother's womb, and then he or she is spiritually born again through the spiritual womb of church. അതായത് ബാപ്റ്റിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് പ്രാരംഭമായിട്ട് പറയാം. അത് ബോൺ അഗെയിൻ ആണ്, വീണ്ടും ജനനത്തെ കുറിക്കുന്നതാണ് മാമോദീസ. ഇറ്റ് ഈസ് എ സെക്കൻഡ് ബർത്ത്, 2ാം ജനനം. ഈ ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു പദം നമ്മളെ വല്ലാതെ ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു പദമാണ്. എന്നാൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു 2ാം ജനനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്,
അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞ് സഭയുടെ ഗർഭപാത്രമാകുന്ന, അല്ലെ ആത്മീയ ഗർഭപാത്രമാകുന്ന ബാപ്റ്റിസ്മൽ ഫോണ്ടിലൂടെ വീണ്ടും ജനിക്കപ്പെടുന്നു. So a supernatural transformation is happening in the sacrament of baptism. While you are partaking in the baptism, there is a supernatural transformation is happening in your life. Once you materially or biologically born in your mother's womb, then you are going through your second birth through the spiritual font of our church. അതുകൊണ്ട് ഇതിനെ വീണ്ടും ജനനം നമ്മൾ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബാപ്റ്റിസ്മൽ ഫോണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്പിരിച്വൽ വൂംബ്. മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാം സിംബോളിക്കാണല്ലോ. നമ്മുടെ ചർച്ചിലെ ആരാധനകളും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള മെറ്റീരിയൽസും എല്ലാം സിംബോളിക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരാധനയിൽ അതിനെ സിംബോളിക്കായിട്ട് കാണുമ്പോൾ, ഇപ്പം പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ധൂപം. ഇതിൻ്റെ മുകളിലത്തെ തട്ട് ആകാശം, താഴെ ഭൂമി, അതിൽ കരി, പാപം, സിൻ, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഫയർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ജീവിതം സുഗന്ധം, അതിലെ സുഗന്ധ ധൂപമായി ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെടുന്നുള്ള മീനിങ് ആണല്ലോ. ഇങ്ങനെയെല്ലാം നമ്മൾ സിംബോളിക്കായിട്ടാണ് നമ്മൾ പലതും ഉപയോഗിക്കുന്നത്. അതിനെല്ലാം അർത്ഥമുണ്ട്. സോ ബാപ്റ്റിസ്മൽ ഫോണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്പിരിച്വൽ വൂംബ്, ആത്മീയ ഗർഭപാത്രം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ത്രൂ ബാപ്റ്റിസം എ സെക്കൻഡ് ബർത്ത് ഈസ് ഹാപ്പനിങ്, രണ്ടാം ജനനം നടക്കുന്ന ഒരനുഭവം. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ബാപ്റ്റിസം ഈസ് ദ ഡോർ ഓഫ് അതർ സാക്രമെൻറ്റ്സ്. മറ്റ് കൂദാശകളിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് ബാപ്റ്റിസം. ബാപ്റ്റിസം ഈസ് ദ ഡോർ ഓഫ് അതർ സാക്രമെൻറ്റ്സ്. അങ്ങനെ നമുക്ക് പറയാം. കാരണം ബാപ്റ്റിസം ലഭിക്കുന്നതിലൂടെയാണ് മറ്റ് കൂദാശകൾക്കെല്ലാം ഉള്ള കവാടം, വാതിൽ തുറക്കപ്പെടുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഡു യു നോ ദ ഡേറ്റ് ഓഫ് യുവർ ബാപ്റ്റിസം? ഹൗ മെനി ഓഫ് യു നോ the date of your baptism? Please raise your hand. Is there any chance discuss or ask with others, your relatives, and you try to know which date you had baptism? ഏത് ദിവസം മാമോദീസ മുങ്ങി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാറ് മേടിച്ച ദിവസമൊക്കെ ഓർമ്മയുണ്ട്, വിവാഹം കഴിച്ച ദിവസം ഓർമ്മയുണ്ട്, ബർത്ത്ഡേ ഓർമ്മയുണ്ട്. ബട്ട് we have already forgot our second birth date. അല്ലേ? കർത്താവുമായിട്ട് നമ്മൾ ഇന്നത്തെ തീം തന്നെ കണ്ടല്ലോ, ബാപ്റ്റിസം യുണൈറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട, നമ്മൾ യോജിച്ച കവനൻ്റൽ റിലേഷൻഷിപ്പിൽ, കവനൻ കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ ചേർന്ന ദിവസം നമ്മൾ മറന്നുപോയി. എന്നെ മാമോദീസ മുക്കിയ ആൾ താൻ്റെ വീട്ടിൽ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ടൈം ഓഫ് അവർ സെക്കൻഡ് ബർത്ത്. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, ചോദിച്ച് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളൊക്കെ ചെന്ന് ചോദിക്കണം, അപ്പനോടും അമ്മയോടും ചോദിക്കണം, ഡാഡി മമ്മി, which date? What is the baptism date of mine? ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളോട് ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഹാവ് യു ബോൺ എഗെയിൻ? ഈ ബോൺ എഗെയിൻ, വീണ്ടും ജനനം പ്രാപിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ആശയക്കുഴപ്പത്തിലേക്കൊക്കെ കടന്നു പോകുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ അങ്ങോട്ട് വായിച്ച, ഇന്ന് ഗോസ്പൽ പോർഷനായിട്ട് വായിച്ചതാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 3 onwards. Jesus replied, "Very truly I tell you, no one can see the kingdom of God
unless they are born again. Then Nicodemus, he is the man there. Jesus Christ had a communication with Nicodemus. Then he couldn't understand what Jesus said. അവന് മനസ്സിലായിട്ടില്ല. അവൻ വലിയ നേതാവും ഒക്കെയാണ്, പക്ഷേ ജൂയിഷ് കൗൺസിലിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അവന് മനസ്സിലായില്ല എന്തുവാ കർത്താവ് ഈ പറയുന്നത്. അവൻ തിരിച്ചൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ someone be born when they are old? Surely they cannot enter a second time into their mother's womb to be born. രണ്ടാമത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് ജനിക്കാനായിട്ട് സാധിക്കുമോ? Jesus answered, very truly I tell you, no one can enter the kingdom of God unless they are born of water and the Spirit. So Nicodemus was an anonymous Christian, and he was not publicly revealed by himself. Jesus Christ answered, very truly I tell you, no one can enter into the kingdom of God unless they born of water and Spirit. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. Here we can see in this gospel portion, Jesus Christ emphasized the necessity of baptism in our life. അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. രണ്ടാം ജനനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബോൺ അഗൈൻ? യു ഹാവ് ടു ബോൺ ഓഫ് വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതാണ് രണ്ടാമത്തെ ജനനം. നെസസിറ്റി ഓഫ് ബാപ്റ്റിസം ഫോർ സാൽവേഷൻ. ഹിയർ ജീസസ് ക്രൈസ്റ്റ് എംഫസൈസ്ഡ്. മറ്റ് രണ്ട് വേദഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഈ ബാപ്റ്റിസത്തിൻ്റെ നെസസിറ്റി, ആവശ്യം. എന്തിനാണ് ബാപ്റ്റിസം എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം, 1 Peter chapter 3 verse 20. Who were disobedient long ago when God waited patiently in the days of Noah while the ark was being built. In it only a few people, 8 in all, were saved through water. And this water symbolizes baptism that now saves you also. ബാപ്റ്റിസത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്കൊരു സ്ക്രിപ്ചർ പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. 1 Peter chapter 3 verse 20. നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ജലത്തിൽ കൂടെ അവർ രക്ഷ പ്രാപിച്ചു, 8 പേര് ഒരു കുടുംബത്തിലുള്ള. സോ ദിസ് വാട്ടർ സിംബലൈസസ് ബാപ്റ്റിസം ദാറ്റ് നൗ സേവ്സ് യു ഓൾസോ. സോ ദിസ് സ്ക്രിപ്ചർ പോർഷൻ റിവീൽസ് ദ നെസസിറ്റി ഓഫ് ബാപ്റ്റിസം ഇൻ അവർ ലൈഫ്. സെക്കൻഡ്, വേറൊരു പോർഷൻ നമ്മൾ നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 2 വേഴ്സ് 38. പീപ്പിൾ റൈസ്ഡ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഷാൽ വി ഡു? പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ, അവർ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ ഹിസ് സെർമൺ, ആഫ്റ്റർ ഹിസ് സ്പീച്ച്, അവർക്ക് മനസ്സിലൊരു വല്ലാത്ത കുത്തുകൊണ്ടു, വേദനപ്പെട്ടു. Then they ask a question, what shall we do? Then Peter replied, repent and be baptized, every one of you. Acts of Apostles chapter 2 38. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരു പ്രസംഗമാണ് കേട്ടുകൊണ്ടിരിക്കാൻ, തീർന്നു പോയി, വായിക്കോട്ടെ വിട്ട് എഴുന്നേക്കാം. പക്ഷേ നമ്മൾ ഇത് വെക്കുമ്പോൾ ഉറങ്ങാനുള്ള കുറച്ചുകൂടി മരുന്ന് കുത്തി വെക്കുക, അല്പം ഡോസ് കൂട്ടി കുത്തിവെക്കുന്ന ഒരു റെഫറൻസൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയാണ്. എന്നാലും താല്പര്യമുള്ളവരെ എഴുതിയെടുക്കുകയോ വീട്ടിൽ ചെന്ന് നോക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശമാണ്. ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെസസിറ്റി ഓഫ് ബാപ്റ്റിസത്തെക്കുറിച്ച്, ബാപ്റ്റിസത്തിൻ്റെ ആവശ്യം. നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഈസ് വെരി മച്ച് ഇന്നെവിറ്റബിൾ ഇൻ യുവർ ലൈഫ്. പിന്നെ 2 പാസേജ് പറഞ്ഞു. ഒന്ന് 1 Peter 3:20. ത്രൂ ബാപ്റ്റിസം
or baptism symbolizes salvation, and that now saves you. Acts of Apostles chapter 2 verse 38. Peter replied, repent and be baptized, every one of you. അവിടെ പ്രായമൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബാപ്റ്റിസം, ഞാൻ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാം. ബാപ്റ്റിസത്തിന് പ്രായമുണ്ടോ? ഒരു പ്രായപരിധി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ബാപ്റ്റിസം സ്വീകരിക്കാം. മുതിർന്നവർക്ക് നമുക്കറിയാം, മുതിർന്ന സ്നാനം കൊടുക്കാറുണ്ട് നമ്മുടെ ചർച്ചിൽ. ഞാൻ എത്രയോ പേർക്ക് കൊടുത്തു ആന്ധ്രാപ്രദേശിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. കാരണം അവർ വേറൊരു വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരെ വീണ്ടും കുഞ്ഞാക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ പ്രായത്തിൽ കൊടുക്കും. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് സമയവും അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യത്തോടെ ചർച്ചിൽ വന്ന് ഈ ബാപ്റ്റിസം ആരാധനയിൽ കുറച്ചു നേരം ഉണ്ടല്ലോ ബാപ്റ്റിസം ആരാധന. വി ഹാവ് 45 minutes വി ഹാവ്. സോ ഇഫ് ദേ ആർ എലിജിബിൾ ഓർ ഇഫ് ദേ ഹാവ് ഹെൽത്തി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് സാക്രമെൻറ്റ് സർവീസ്, ദേ ക്യാൻ റിസീവ് ബാപ്റ്റിസം അറ്റ് എനി ഏജ്, അറ്റ് എനി ടൈം. പ്രത്യേക സമയമൊന്നുമില്ല. അങ്ങനൊക്കെ സമയമുണ്ടെങ്കിൽ അത് തെറ്റാണ്, മണ്ടത്തരമാണ്. ഇപ്പോൾ വേണമെങ്കിൽ സ്വീകരിക്കാം. ഇവിടെ പീറ്റർ പറയുകയാണ്, റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. ആരാണ്? എവരി വൺ ഓഫ് യു. കുഞ്ഞുങ്ങളോ ആർക്ക് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, എവരി വൺ ഓഫ് യു. എങ്ങനെ? ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ ഫോർഗീവ്നെസ് ഓഫ് യുവർ സിൻസ്, and you will receive the gift of the Holy Spirit. Then you will gift of the Holy Spirit. You will get the Spirit. ഈ ബാപ്റ്റിസം നിങ്ങൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. നമുക്കറിയാം, നമുക്ക് ബാപ്റ്റിസത്തിൽ 2 കൂദാശകളുണ്ട്. ഒന്ന് അനോയിൻറ്റിങ് ദി മൂറോൻ ആൻഡ് ബാപ്റ്റിസം. വൈ വി ആർ ഗിവിങ് അനോയിൻറ്റിങ് ദി മൂറോൻ, സെക്കൻഡ് സാക്രമെൻറ്റ്? അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ നൽകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പക്ഷേ there is a supernatural transformation is happening in that sacrament. We cannot see it, but we can experience. That is the meaning of sacrament. What is a sacrament? Sacrament are the means of grace. It is an outward visible sign of an inward invisible grace. A mother is saying that I love you. Then child cannot see the love, but he can experience the activities or the actions and the various substances, but he can't see the love of mother. You can see priest and you can hear the words of institution, the words of our service, and you can see bread, wine, you can see baptismal font, you can see baptismal water, you can see more on scythe, but you can't see the grace of God. That is the meaning of sacrament. It is an outward visible sign of an inward invisible grace. So a supernatural transformation happening, born again, spiritual birth, and a union with Christ is happening through baptism. എ ഡിവൈൻ വിൻഡ്, ഇവിടെ പറയുന്നത്, നിക്കോദിമോസിനോട് പറയുന്നത്, കാറ്റ് അത് ഇഷ്ടമുള്ളിടത്ത് ഓതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു നീ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിക്കുന്നവരെല്ലാവരും ഇങ്ങനെയാകുന്നു. വെൻ വി ഗോ ത്രൂ ദ സ്ക്രിപ്ചർ പോർഷൻ, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 2, നമുക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹവറിങ് ഓൺ വാട്ടേഴ്സ്. The Spirit of God was hovering on the waters. അപ്പോൾ ഈ ബാപ്റ്റിസത്തിലൂടെ നാം പ്രാപിക്കുന്നത് വീണ്ടും ജനനമാണ്, പരിശുദ്ധാത്മാവിനെയാണ്. എ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, എ സൂപ്പർനാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ത്രൂ ദാറ്റ് സാക്രമെൻറ്റ്സ്. എവിടെ നിന്നാണ് വന്നത് ഈ ബാപ്റ്റിസം? ഫ്രം വെയർ ഡിഡ് വി ഗെറ്റ് ദിസ് ബാപ്റ്റിസം? അത് ജൂയിഷ് കൾച്ചറിൽ നിന്നാണ് ഇത് വന്നത്. കാരണം ട്രഡീഷൻസ് ഓഫ് ജൂയിഷ് പീപ്പിൾ, അവരുടെ പ്രധാനപ്പെട്ട ആചാരമാണല്ലോ വാഷിംഗ്. അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? കാലൊക്കെ കഴുകും. ഇവിടെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള വിമർശനം തന്നെ നമുക്കറിയാം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിലൊക്കെ നമുക്കറിയാം, നിൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ കൈ കഴുകാതെ
ഭക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് കഴുകൽ എന്നുള്ളത്, വാഷിംഗ് ഇസ് ദർ എ ട്രഡീഷണൽ പ്രാക്ടീസ്. അവർ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപൊക്കെ കാലൊക്കെ കഴുകുന്നത് നമുക്കറിയാം. കർത്താവിനോടൊത്ത് അന്ത്യത്താഴ്ത്തി പങ്കെടുത്തപ്പോൾ ധൃതി കാരണമാണെന്ന് തോന്നി ഇവന്മാരൊന്നും കഴുകിയില്ല കാല്. പക്ഷേ കർത്താവ് ആ മുഖ്യ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവന്മാർ കാല് കഴുകിയില്ലെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു? കർത്താവ് ഇറങ്ങി. ദാറ്റ്സ് ദെയർ പ്രാക്ടീസ്. നമുക്കറിയാം, ഒരു അമ്പലം, ടെമ്പിളിൻ്റെ അടുത്തുള്ള അവരുടെ ആരാധനയ്ക്കുള്ള സിനഗോഗ്, അവരുടെ ടെമ്പിൾ, അതിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ് ബെതസ്ത പൂൾ. ഇറ്റ് ഈസ് ഫോർ വാഷിംഗ്. അതിന് വേറെ പ്രത്യേകതകളുണ്ടെന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പൂളുണ്ട്. അപ്പോൾ കഴുകൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്, കഴുകുക എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു ആശയം വന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ നമുക്കറിയാം, വി ക്യാൻ സീ സ്റ്റോൺ സ്റ്റാർസ് ദെയർ. ഇറ്റ് ഈസ് ഫോർ ദെയർ സെറിമോണിയൽ പ്രാക്ടീസ്. ശുദ്ധീകരണത്തിന് വേണ്ടി, ശുദ്ധീകരണ നിയമം അനുസരിച്ച് കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ ദെയർ സെറിമോണിയൽ പ്രാക്ടീസ്. കാരണം കഴുകലിന് അവരുടെ ഇടയിൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അതിൽ നിന്നാണ് ഈ ബാപ്റ്റിസം നമ്മുടെ സഭയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് എന്നാണ് അതിൻ്റെ ഒരു ബേസിക് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞു ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോൺ അഗെയിൻ, സെക്കൻഡ് ബർത്ത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ബാപ്റ്റിസം, ഇറ്റ് ഈസ് എ സേക്രഡ് പാസേജ്. ഇറ്റ് ഈസ് എ സേക്രഡ് പാസേജ്. സോ നമ്മൾ ഇന്നത്തെ ഒന്നാം പാഠം വായിച്ചപ്പോൾ, അത് ഇംഗ്ലീഷിലാണല്ലോ വായിച്ചത്. സോ ഐ തിങ്ക് ദാറ്റ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒന്നാമത്തെ പാഠത്തിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദി ഇസ്രായേലൈറ്റ്സ് ക്രോസിംഗ് ഓഫ് ജോർദൻ symbolizes leaving behind the old life of slavery and entering into the promised land. യോർദാൻ ക്രോസ് ചെയ്യുകയാണ് അവർ വാഗ്ദത്ത നാട്ടിലേക്ക്. അവരുടെ പണ്ടത്തെ അടിമത്തത്തിൻ്റെ ജീവിതമൊക്കെ വിട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സോ ലൈക്ക്വൈസ് ബാപ്റ്റിസം ഈസ് എ സേക്രഡ് പാസേജ് ത്രൂ വാട്ടർ. നോഹയുടെ കാലത്ത് അതാ സംഭവിച്ചത്. വെള്ളത്തിൽ കൂടെ കുറേ പേര് രക്ഷ പ്രാപിച്ചു, കുറേ പേര് നശിച്ചു പോയി. ത്രൂ ബാപ്റ്റിസം ഗോഡ് സാങ്ക്ടിഫൈഡ് ദി ഓൾ യൂണിവേഴ്സ്. ത്രൂ വാട്ടർ ഗോഡ് സാങ്ക്ടിഫൈഡ്. ത്രൂ ദിസ് പാസേജ് ദേ crossed the river Jordan, which symbolizes that they crossed the bondage of sin and they entered into the freedom in God. ബാപ്റ്റിസം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ബോണ്ടേജ് ഓഫ് സിൻ, അതിൽ നിന്ന് എങ്ങോട്ടാണ്? ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. അതാണ് ബാപ്റ്റിസം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സേക്രഡ് പാസേജ്. നമ്മൾ ഇവർ പോകുമ്പോൾ ഈ ജോഷുവ ചാപ്റ്റർ 3-ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതിൻ്റെ മുൻപിൽ ഈ ആൾക്കാർ നടന്നു പോകുന്നതിൻ്റെ മുൻപിൽ ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ട്. ആർക്ക് ഓഫ് ദ കവനൻ്റ് ഗോയിങ് ബിഫോർ ദ പീപ്പിൾ, ആൻഡ് ഇറ്റ് റിമൈൻസ് us that Christ going before us carried the presence of God. The Ark of Covenant represents the presence of God. When they are crossing that river, when they are going forward, the Ark of Covenant going before the people, it reminds us that God is always with them. അവരെവിടെ പോയാലും അവരോടൊപ്പം ദൈവസാന്നിധ്യമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ആർക്ക് ഓഫ് കവനൻറ്റ്. ഈ സ്നാനത്തിലൂടെ, ബാപ്റ്റിസത്തിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവരോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഞാൻ മുൻപോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു ബാപ്റ്റിസം ഇസ് എ സേക്രഡ് പാസേജ് ഫ്രം ദി ബോണ്ടേജ് ഓഫ് സിൻ ടു ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ഇന്ന് ലേഖനഭാഗമായിട്ട് ജോയിച്ചാൻ വായിച്ച ആ ഭാഗത്തിൽ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 20 through chapter 6 verse 8, there we can see grace of God, the overflowing grace of God through baptism, and a risen life after baptism.
ആൻഡ് ആൻ യൂണിഫൈയിങ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവുമായിട്ടുള്ള ഒരു ഏകീഭാവവും കർത്താവിനെ പോലെ മരിച്ച് ക്രൂശിക്കപ്പെട്ട് കർത്താവ് ഒരു വ്യക്തിയായിട്ട്, പുതിയ വ്യക്തിയായിട്ട് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു അല്ലേ? കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ബാപ്റ്റിസം കൊണ്ട് ആഗ്രഹിക്കുന്നത്. പഴയ മനുഷ്യനെ ക്രൂശിച്ച് പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരനുഭവം. യൂണിഫൈയിങ് വിത്ത് ക്രൈസ്റ്റ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ഓരോ ആരാധനയും അതാണ്, ഓരോ സാക്രമെൻറ്റും അതാണ്. എല്ലാ ആരാധനയിലും പങ്കെടുത്തിട്ട് എഗെയിൻ ശങ്കരൻ കോക്കനട്ട് ട്രീ ആണെങ്കിൽ നോ യൂസ്, ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഓരോ സാക്രമെൻറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ പോലെ, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അതുപോലെ നമ്മൾ നമ്മുടെ പാപ സ്വഭാവത്തെ മരിപ്പിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ് ഈ ബാപ്റ്റിസം. So we are receiving His grace, His overflowing grace through baptism, and we are participating the risen life of Jesus Christ through that sacraments. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. അതിൻ്റെ രണ്ടാമത്തെ പാഠം, ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ വായിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, ആക്ട്സ് ഓഫ് ദി അപ്പോസിൽ ചാപ്റ്റർ 8 വേഴ്സ് 1-11. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ബാപ്റ്റിസം ഈസ് എ കവനൻ്റൽ ഫെലോഷിപ്പ്, നോട്ട് ജസ്റ്റ് വിത്ത് ക്രൈസ്റ്റ് ബട്ട് വിത്ത് ചർച്ച്. അവിടെ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ ബാപ്റ്റിസം ലഭിച്ചവരെല്ലാവരും കർത്താവിനോട് മാത്രമല്ല, they are entering into a covenantal relationship with the church. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്ന അനുഭവം കൂടെയാണ് ബാപ്റ്റിസം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു, ബാപ്റ്റിസം ഇറ്റ് ഇസ് എ ബോൺ അഗെയിൻ. ആരെങ്കിലും നിങ്ങളോട് വീണ്ടും ജനനം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചാൽ വിത്തൗട്ട് ഡൗട്ട് യു ക്യാൻ സേ യെസ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് എ സീക്രട്ട് പാസേജ്. പിന്നീട് പറയാനായിട്ട് ശ്രമിച്ചത് ഇറ്റ് ഇസ് ആൻ ഓവർഫ്ലോയിങ് ഗ്രേസ്. And it is through baptism we are partaking the risen life of Jesus Christ. We are unifying with Christ and church. ഞാൻ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. ഒരുപാട് സമയം നമുക്കില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഒന്നും നമുക്ക് സമയമില്ലല്ലോ. എന്നാൽ ഈ 2 വാക്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഇവിടുന്ന് ഉത്തരം ലഭിക്കും. ആർക്കാണ് ഈ ബാപ്റ്റിസം നമ്മൾ കൊടുക്കുന്നത്? ആർക്കാണ് ബാപ്റ്റിസം കൊടുക്കുന്നത്? ആരാണ് ബാപ്റ്റിസം ലഭിക്കാനായിട്ട് യോഗ്യതയുള്ളവർ എന്നുള്ളത് നമ്മളെ എല്ലാ കാലത്തും, വാട്ട് ഈസ് ദ എലിജിബിലിറ്റി ടു പാർട്ടേക്ക് ഇൻ ദി ബാപ്റ്റിസം എന്നുള്ളത് നമ്മളെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്. 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് വായിക്കുന്നത് നല്ലതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ധൈര്യത്തെ ഉത്തരം പറയാനായിട്ട് സാധിക്കും. ഒന്ന്, മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16 ആണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16. Whoever believes and is baptized will be saved, but whoever does not believe will be condemned. എല്ലാ കാലവും പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികളെ വേദനിപ്പിക്കുകയും കൺഫ്യൂഷനാക്കുകയും ചെയ്തിട്ടുള്ളൊരു വാക്യമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ കാണാൻ അറിയാമെങ്കിൽ പറ, രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ. അപ്പോൾ ഒരു ചോദ്യമാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിവില്ലല്ലോ. നിങ്ങൾ ഈ ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ മാമോദീസ നിങ്ങൾ മുക്കിയാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിവില്ലല്ലോ എന്നൊരു ചോദ്യം പലപ്പോഴും വരും. അതിനെ എതിരെയുള്ള പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എങ്കിൽ തന്നെയും നമ്മളെ വല്ലാതെ ഈ വേദഭാഗം കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു, കർത്താവ് പറയുന്നതാണ്, whoever believes and is baptized will be saved, but whoever does not believe will be condemned. നിങ്ങൾ ആദ്യം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.
സുവിശേഷ ഭാഗങ്ങളിൽ 4 സുവിശേഷമുണ്ട്. 4 സുവിശേഷം. വി ഹാവ് 4 ഗോസ്പെൽസ്. അതിൽ ആദ്യത്തെ ദ ഫസ്റ്റ് ഗോസ്പെൽ വാസ് ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക്. AD 65 65 എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗോസ്പലാണ് എന്ത്? മാർക്കിൻ്റെ ഗോസ്പൽ. അന്ന് കൂടുതൽ ആൾക്കാർ ആരാന്നറിയാമോ? വിജാതീയർ. അന്നൊരു എക്സിസ്റ്റിംഗ് ചർച്ച് വന്നിട്ടില്ല. ഒരു സഭ നിലവിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ വിജാതീയരോടാണ് എന്തറിയിക്കുന്നത്? സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ വേറൊരു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹി ഹാസ് ടു ബിലീവ്, ദെൻ ബാപ്റ്റിസം. ആസ് വി ഡിഡ് ഇൻ ആന്ധ്രാപ്രദേശ് ഇൻ അവർ മിഷൻ ഫീൽഡ്. വി പ്രൊക്ലൈംഡ് ഗോസ്പൽ, then people believed, and then they had baptism. ആദ്യം അവരെന്ത് ചെയ്യും? വിശ്വസിക്കും, എന്നിട്ട് ബാപ്റ്റിസം. അവരെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ആദ്യം എഴുതപ്പെട്ടിരിക്കുന്ന ഗോസ്പലിൽ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ആദ്യം വിശ്വാസം. നമ്മളൊരു വിജാതീയ കമ്മ്യൂണിറ്റിയുടെ അടുക്കൽ, ജെൻറ്റൈൽസിൻ്റെ അടുക്കൽ സുവിശേഷം പറയുമ്പോൾ അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. അതിനുശേഷമാണ് എന്ത്? സ്നാനം. എന്നാൽ when we go to the gospel according to Saint Matthew, അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് സഭയൊക്കെ വന്നു കഴിഞ്ഞ് സഭയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗോസ്പലാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ ആ ഗോസ്പലിലും പ്രതിധ്വനിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ ചർച്ച് ആൻഡ് ചർച്ച് കമ്മ്യൂണിറ്റി, എക്സിസ്റ്റിംഗ് ചർച്ച്. നിലവിലുള്ള സഭയ്ക്ക് വേണ്ടിയാണ്, സഭയിലെ പ്രത്യേക കാര്യങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ആ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19. കർത്താവ് സ്വർഗാരോഹണ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന വലിയ ഗ്രേറ്റ് കമ്മീഷനാണ്. ചാപ്റ്റർ 28 വേഴ്സ് 19. Therefore, you carefully read that. Therefore, go and make disciples of all nations, baptizing them in the name of the Father, Son and Holy Spirit. അവിടെ ആദ്യം എന്തുവാ? Firstly, you have to give baptism. Then, and teaching them to obey everything I have commanded you. So you give baptism in the name of the Father, Son and Holy Spirit. അതാണ് ഒരു സഭയുടെ പ്രാക്ടീസ്. ഒരു സഭയിൽ ജനിച്ചു വളരുന്ന കുഞ്ഞിന് അവൻ മുതിരേണ്ട ആവശ്യമില്ല വിശ്വാസം ഏറ്റു പറയാൻ. കാരണം അവൻ ജനിക്കുന്നത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ വിശ്വാസത്തിലാണ്. So here clearly we can see that therefore go and make disciples of all nations, baptizing them. You give baptism firstly. Then the second, teach them. So through our Sunday schools and through our church services, we are trying to teach them the faith of church and the scripture portions. We are teaching our faith to them. നമ്മളവരെ പഠിപ്പിക്കുകയാണ് അല്ലേ? ആദ്യം ബാപ്റ്റിസം, പിന്നെന്ത് ചെയ്യാണ്? നമ്മളവരെ പഠിപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. ആൻഡ് ടീച്ചിങ് ദം ടു ഒബേ എവറിതിങ് ഐ കമാൻഡഡ് യു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ സകല ജാതികളെ ശിഷ്യർ ആക്കിക്കൊള്ളുകയും. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ബാപ്റ്റിസം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പല ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു 19 അധ്യായം 19 വേഴ്സ് 14. കർത്താവ് പറയുന്നു, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ. നമ്മൾ കൊച്ചുങ്ങളോട് ചോദിച്ചിട്ടാണോ ഈ വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കുന്നത്? ഡു യു നീഡ് വാക്സിനേഷൻ എന്ന് ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? കാരണം നമുക്കറിയാം ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദെയർ ലൈഫ്. അങ്ങനെയാണെങ്കിൽ കർത്താവുമായിട്ട് അവരെ ബന്ധിപ്പിക്കുന്ന ബാപ്റ്റിസം അവരോട് ചോദിച്ച് അവർ ഇങ്ങനെ വിശ്വസിച്ചൊക്കെ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഓട്ടിസമൊക്കെ ബാധിച്ച ആരോഗ്യമില്ലാത്ത
സംസാരിപ്പാൻ കഴിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു ശിശുവിന് വേണ്ടി വി ആർ പ്രേയിങ് വെൻ എ ചൈൽഡ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മദർസ് വൂംബ്. വി ആർ പ്രേയിങ് ഫോർ ഹിം ഓർ ഹെയർ. അങ്ങനെയാണെങ്കിൽ ഒരു ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അതിന് രക്ഷയില്ലെങ്കിൽ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം. അതുകൊണ്ട് നമ്മൾ വേദപുസ്തകവും പഠിക്കുകയും നമ്മുടെ സ്ക്രിപ്ചറിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് എടുത്ത് പറയുകയാണ്. അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് ടോട്ടലി ഡിഫറൻറ്റ്. But the gospel, according to Saint Matthew, we can see that first you have to baptize them in the Father, Son and Holy Spirit and teach them the faith of the church. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ അവസാനിപ്പിക്കും. എനിക്കറിയാം ഒരുപാട് സമയമായി, പക്ഷേ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, എല്ലാവരെയും കൂടി കിട്ടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് കാര്യം കൂടി പറയാം. നമുക്കറിയാം ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഈ ബാപ്റ്റിസത്തിന് ഇക്വാലൻ്റായിട്ടുള്ളതാണ് സർക്കംസിഷൻ. അതായത് കവനൻ്റൽ കമ്മ്യൂണിറ്റിയോട് ചേരുന്ന, ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയോട് ചേരുന്ന ആചാരമാണെന്ത്? സർക്കംസിഷൻ. ഏബ്രഹാം റിസീവ്ഡ് സർക്കംസിഷൻ ഇൻ ഹിസ് ഏജ് 99. But the promised son Isaac received circumcision on the 8th day. Why didn't Abraham think, I received in the age of 99, അതുകൊണ്ട് എൻ്റെ കൊച്ചനൂടി 99 ആവട്ടെ എന്നിട്ട്? കാരണം അബ്രഹാം എന്നതൊരു വിജാതീയ കമ്മ്യൂണിറ്റിയാണ് നിന്നാണ്. അപ്പോൾ അദ്ദേഹം പ്രായമാകുമ്പോഴും അദ്ദേഹത്തിന് സർക്കംസിഷൻ സ്വീകരിക്കാം, അദ്ദേഹത്തിന് കവനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ അപ്പോഴേ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുതിർന്ന സ്നാനം നൽകുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ കംസ് ഫ്രം ദി അതർ ഫെയ്ത്ത്, വി ആർ ഗിവിങ് ദം ബാപ്റ്റിസം. പല വയസ്സിൽ നമ്മൾ കൊടുക്കും. ഞാൻ എത്രയോ മുതിർന്നവരെ സ്നാനം കഴിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മിഷൻ ഫീൽഡിൽ നിന്ന്. അവർ വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ സഭയിലെ വിവിധ പ്രായത്തിലാണ് വരുന്നത്. എന്നാൽ തനിക്കൊരു മകനുണ്ടായപ്പോൾ അവനെ 8th ഡേയിലാണ്, അവരുടെ ആചാരം അനുസരിച്ചാണ് അബ്രഹാം കൊടുക്കുന്നത്. അബ്രഹാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, ഞാൻ പ്രായമായപ്പോഴാണല്ലോ? കാരണം അബ്രഹാമിൻ്റെ മകനായിട്ടാണ്, ആ ഫാമിലിയിലാണ് ഐസക്ക് ജനിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ക്രിസ്തീയ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുമ്പോൾ അവർക്ക് ബാപ്റ്റിസം കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കണമെന്നാണ് കർത്താവിൻ്റെ കമാൻഡ്. ദാറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ് ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ്. ഫസ്റ്റ് യു ഹാവ് ടു ബാപ്റ്റൈസ് ദം ഇൻ ദി ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആൻഡ് ടീച്ച് ദം ആൻഡ് മേക്ക് ദം ഡിസൈപ്പിൾസ്. ദാറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ്, ഗ്രേറ്റ് കമ്മീഷൻ. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതാണ് പുതിയ നിയമത്തിൽ ബാപ്റ്റിസമായിട്ട് മാറിയിരിക്കുന്നത്. കൊലോഷ്യൻസ്, നമുക്കറിയാം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻ ഹിം യു വെയർ ഓൾസോ സർക്കംസൈസ്ഡ് വിത്ത് എ സർക്കംസിഷൻ നോട്ട് പെർഫോംഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ്. യു ഓൾ സെൽഫ് റൂൾഡ് ബൈ ദ ഫ്ലഷ് വാസ് പുട്ട് ഓഫ് when you were circumcised by Christ, having been buried with him in baptism, in which you were also raised with him through your faith in the working of God who raised him from the dead. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കർത്താവിൻ്റെ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഒരു ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്ന് നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് ബാപ്റ്റിസമാണ്. ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ബാപ്റ്റിസത്തിൽ കൂടിയാണ് നമ്മൾ കവനൻ്റൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ സർക്കംസിഷനിലൂടെയാണ് നമ്മൾ കവനൻ്റൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത്. അതിൻ്റെ ഒരു തെളിവായിട്ടുള്ള വേദഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്, കൊലോഷ്യൻസ്. നിങ്ങൾ എഴുതിക്കൊണ്ട് പോയി വായിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കർത്താവിൻ്റെ യാഗത്തിലൂടെ അവനുമായിട്ട് നമ്മൾ ചേരുന്ന അനുഭവമാണ് മാമോദീസ എന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നത്. ലാസ്റ്റിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇനി ബാപ്റ്റിസം മുങ്ങിയാലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും എത്രമാത്രം ആരാധനയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാലും ഓരോ നിമിഷവും നമ്മൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ കൾമിനേഷൻ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്.
Each moment we are trying to grow towards the culture of Christ, the wholeness of Christ. ബാപ്റ്റിസം മുങ്ങിയെന്ന് കരുതി ഞാനെല്ലാം തികഞ്ഞെന്നല്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തെന്ന് കരുതി ഞാനെല്ലാം തീർന്നതല്ല. ബട്ട് ദെയർ വിൽ ബി എ ചാൻസ് ഓഫ് ഫോളിങ്, വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വീട്ടിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഏതാണെന്നറിയാമോ? 1 കൊരിന്ത്യർ, 1 Corinthians chapter 10 verse 1 and 2. ഇതൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. 1 Corinthians chapter 10 verse 1 and 2. Brothers and sisters, that our ancestors were under the cloud, and that they all passed through the sea. They were all baptized into Moses in the cloud and in the sea. They all ate the same spiritual food and drank the same spiritual food and drank the same spiritual drink. For they drank from the spiritual rock that accompanied them, and that rock was Christ. Nevertheless, God was not pleased with most of them. എത്ര സുന്ദരമായ വാക്യമാണെന്നറിയാം സഹോദരന്മാരെ. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും പോയി സ്നാനമേറ്റു, മോശയോട് ചേർന്നു. അവരൊരേ ആത്മീയ ആഹാരം തിന്നു, ഹോളി കമ്മ്യൂണിയൻ. അവരൊരേ ആത്മീയ പാനീയം കുടിച്ചു. അതായത് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, അതിനെക്കുറിച്ചാണ് പോൾ പറയുന്നത്. സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. അവർ റെഡ് സീ ക്രോസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ക്രോസ് ചെയ്തപ്പോൾ അവർ ബാപ്റ്റിസം, അത് കഴിഞ്ഞിട്ട് അവർ മരുഭൂമിയിൽ പാനീയം കുടിക്കുന്നു, മന്ന കഴിക്കുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഹോളി ഫുഡ്, മീൻസ് ദ സ്പിരിച്വൽ ഫുഡ്. അപ്പോൾ ബാപ്റ്റിസം, വിശുദ്ധ കുർബാന, നെവർത്തിലെസ്, എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും തിന്നുകയും കുടിക്കുകയും ചെയ്തവർ, നെവർത്തിലെസ് God was not pleased with most of them. Their bodies were scattered in the wilderness. അവർ മരുഭൂമിയിൽ നശിച്ചു പോയി എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. Now these things occurred as examples to you to keep us from setting our hearts on evil things as they did. അവർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ this example is there. ഒരു ഉദാഹരണമാണ് ഇത്, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ഞാൻ ആവേശം മുങ്ങിയോ ഞാനെല്ലാം രക്ഷപ്പെട്ടു, എൻ്റെ രക്ഷ പൂർണ്ണമായെന്നല്ല. ദാറ്റ് ഈസ് നോട്ട് എ കൾമിനേഷൻ. Baptism is not the final word of salvific journey. Baptism is the only starting point of your salvific journey. There will be a chance of falling each and every moment. You try to avoid evil from your hearts and set your life in the Lord Almighty. വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർ പറയുന്നു, ഇവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരിൽ പലരും വീണുപോയി. നിങ്ങളിത് അറിയാതെ ഇരിക്കരുത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓൾ ഓഫ് യു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് സഭയുടെ ഈ കൂദാശ, സഭയുടെ ഈ സാക്രമെൻറ്റ്സ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ആരാധനയിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജോർജ് എബ്രഹാം അങ്കിൾ പ്രാർത്ഥിക്കും.